ഇന്ത്യ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിലേക്കുള്ള തിരിച്ചടി വൈകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇന്ത്യക്ക് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ഇമേജാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സമാധാനപരമായിട്ടുള്ള ഒരു രാജ്യമാണ്. വേറൊരു രാജ്യത്തിനെയും ഒരു കാരണവശാലും ദ്രോഹിക്കാൻ പോകാത്ത ഒരു രാജ്യം കൂടെയാണ് ഇന്ത്യ എന്നുള്ള ഇമേജാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യ ഇത്തരത്തിലൊരു ആക്രമണം പഹൽഗാമിൽ നേരിട്ടപ്പോൾ അതിനു പിന്നിൽ പാകിസ്ഥാനാണ് എന്നുള്ളത് ഇന്ത്യക്കും അറിയാം, ഇന്ത്യയുടെ ജനതയ്ക്കും അറിയാം, പാകിസ്ഥാനും അറിയാം. ഇത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ്. എന്നാൽ ഇന്ത്യ ആ രോഷത്തിന്റെ പുറത്ത് പാകിസ്ഥാന്റെ മേൽ ഒരു അനുഭവം വിടുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള കുറെ ജനങ്ങളെ കൊന്നുകളഞ്ഞു എന്ന് വിചാരിക്കുക. ലോകരാജ്യങ്ങൾ നമ്മളോട് ചോദിക്കും നിങ്ങൾ അത് എന്തിന് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇന്ത്യക്ക് മറുപടി പറയേണ്ടി വരും. അപ്പോൾ ഇന്ത്യ അവരോട് പറയും, അതായത് ലോകരാജ്യങ്ങളോട് പറയും അവർ നമ്മുടെ പൗരന്മാരെ കൊന്നു എന്നുള്ളത്. അപ്പോൾ ലോകരാജ്യങ്ങൾ നമ്മളോട് ചോദിക്കും അത് അവരാണ് ചെയ്തത്, അതായത് പാകിസ്ഥാനാണ് ചെയ്തത് എന്നുള്ളതിന് നിങ്ങളുടെ ഭാഗത്ത് തെളിവുണ്ടോ എന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യയോട് ചോദിക്കും. പാകിസ്ഥാൻ അല്ല ചെയ്തത്, പാകിസ്ഥാനി ഭീകരരല്ലേ ചെയ്തത് എന്ന് ലോകരാജ്യങ്ങൾ പറയും. യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങളെല്ലാം നരേന്ദ്രമോദിക്ക് പിന്നിൽ അണിനിരക്കുന്നു എന്ന് പറഞ്ഞാലും ഇന്ത്യ വളർന്നു വരുന്നത് ഇവന്മാർക്കൊന്നും കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമേരിക്കയ്ക്കായിരുന്നാലും ശരി, മറ്റ് ലോകരാജ്യങ്ങൾക്കായിരുന്നാലും ശരി, ഏഷ്യയിലെ ഒരു സൂപ്പർ പവറായി ഇന്ത്യ വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഏഷ്യയിൽ എന്താണ് ഹോൾഡ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ സകല തെളിവുകളും ശേഖരിച്ച് ഈ വിദേശ രാജ്യങ്ങളുടെ എല്ലാം അണ്ണാക്കിൽ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് നേരിട്ട് ബന്ധമുണ്ടെന്ന അവകാശവാദം ഇന്ത്യ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനി പാകിസ്ഥാനിലേക്ക് ഇന്ത്യ അറ്റാക്ക് നടത്തിയാലും ലോകരാജ്യങ്ങൾ ചോദിച്ചാൽ ഇന്ത്യ പറയും ഞങ്ങൾ നിങ്ങൾക്ക് തെളിവ് സമർപ്പിച്ചില്ലേ എന്ന്. എന്തായാലും ഈ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കാളിത്തം സ്ഥിരീകരിക്കുന്ന ആവശ്യമായ തെളിവുകൾ ഇന്ത്യ വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകൾക്ക് നൽകിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പുറത്തുവരുന്നു. ഇപ്പൊ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കാം, ഇസ്രായേൽ ഫലസ്തീനിൽ ആക്രമണം നടത്തുമ്പോൾ ഏതെങ്കിലും രാജ്യത്തിന് തെളിവ് കൊടുക്കുന്നുണ്ടോ എന്ന്. തീർച്ചയായും ഇസ്രായേലിന് അതിന്റെ ആവശ്യമില്ല. കാരണം ഫലസ്തീനിൽ ഭീകരവാദികൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഫലസ്തീനിലെ ഹമാസിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ലബനനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. പക്ഷേ ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകാൻ പാടില്ല. അതും ഇറാന്റെ ബേസുകൾ ഞങ്ങൾ തകർക്കുമെന്ന് ഇന്ത്യക്കും അമേരിക്കയ്ക്കും അടക്കമുള്ള രാജ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബ്രീഫിംഗ് തന്ന ശേഷമാണ് ഇസ്രായേൽ ആ ആക്രമണം ചെയ്തത്. കാരണം വേറൊരു രാജ്യത്തിനെയാണ് ആക്രമിക്കാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ഇന്ത്യ തെളിവുകളെല്ലാം തന്നെ വിവിധ രാജ്യങ്ങളിലുള്ള ലോക നേതാക്കൾക്ക് മുകളിൽ സമർപ്പിച്ചു കഴിഞ്ഞു. പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരരെ തിരിച്ചറിഞ്ഞതായി കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തെ അറിയിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. പാകിസ്ഥാനുമായിട്ട് അവർക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന തെളിവുകൾ ശേഖരിച്ച് ഈ വിദേശ രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ ദൃക്സാക്ഷികൾ ഉൾപ്പെടെ രഹസ്യ ഏജൻസികൾ സാങ്കേതിക ഇന്റലിജൻസ് വഴിയും വിശ്വസനീയമായ വിവരങ്ങളിലൂടെയും തെളിവുകൾ നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചത്. പാകിസ്ഥാനിൽ കുറഞ്ഞത് 2 സ്ഥലങ്ങളിലെങ്കിലും തെളിവ് ശേഖരണം നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇന്ത്യൻ സർക്കാർ ഹാജരാക്കിയ തെളിവുകൾ പ്രകാരം ഭീകര സംഘടനയായിട്ടുള്ള ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ ഇലക്ട്രോണിക് തെളിവുകൾ പാകിസ്ഥാനിൽ കുറഞ്ഞത് 2 സ്ഥലങ്ങളിൽ നിന്നെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട്. ചില തീവ്രവാദികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ പാകിസ്ഥാനിൽ നിന്നാണ് വന്നത്. കുറച്ചു മുൻപ് നുഴഞ്ഞു കയറിയിരുന്നു. നുഴഞ്ഞുകയറ്റക്കാരുടെ സാന്നിധ്യം ദൃക്സാക്ഷികളും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന വിശദമായിട്ടുള്ള തെളിവുകളുടെ റിപ്പോർട്ടാണ് ഇന്ത്യ സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. പോരാത്തതിന് ഇത് ഞങ്ങളാണ് ചെയ്തത് എന്ന് നെഞ്ചും വിരിച്ച് വന്ന് പറഞ്ഞ ഈ റെസിസ്റ്റന്റ് ഫ്രണ്ട് അവരിപ്പോൾ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് ഇത് ഞങ്ങളല്ല ചെയ്തതെന്നാണ്. ആദ്യം അവർ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇപ്പോൾ ഇന്ത്യയുടെ വിരാട രൂപം കാണും എന്ന് കൃത്യമായി ബോധ്യം വന്നപ്പോൾ, കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോകുന്നു എന്ന് ബോധ്യം വന്നപ്പോൾ ഇവർ പറയുകയാണ്, ഒരു ഭീകര സംഘടന പിന്തിരിഞ്ഞ് പേടിച്ചോടുകയാണ്. അവർ പറയുന്നത് ഇത് ഞങ്ങളല്ല ചെയ്തത്, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭീകര സംഘടന രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും തിരിച്ചടിക്കുള്ള കളം സമ്പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞു. തെളിവുകളെല്ലാം ശേഖരിച്ച് വിദേശ രാജ്യങ്ങൾക്കെല്ലാം ഇന്ത്യ സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ വാർഷിപ്പുകൾ പാകിസ്ഥാനെ വളഞ്ഞു കഴിഞ്ഞു. ഇനി ഏത് നിമിഷവും വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.